അപ്പോൾ തന്നെ നമ്മൾ വീണ്ടും ഒരു ഫ്ലവറിൻ്റെ പെയിൻറ്റിങ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എപ്പോഴും എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും കേട്ടോ, എന്താ ഇപ്പോൾ ഈ ഫ്ലവർ മാത്രം ഇങ്ങനെ ചെയ്യണതെന്ന്. വേറെ ഒന്നുമല്ല കേട്ടോ, ഫ്ലവർ മാത്രമേ എനിക്ക് ഫ്രീ ഹാൻഡായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ വരച്ചിട്ട് അല്ലെങ്കിൽ പിന്നെ നോക്കി വരയ്ക്കണം. അപ്പോൾ ഈ നോക്കി വരയ്ക്കാനുള്ള സംഭവം നമ്മുടെ കയ്യിൽ തന്നെയാണല്ലോ, അതിലാണല്ലോ ഇപ്പോൾ ഈ ഷൂട്ട് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതിന് പറ്റാത്തത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ സ്റ്റോക്ക് പെയിൻറ്റുകൾ വെച്ച് കുറേ ആയിട്ട് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പാകപ്പിഴക്കം ഇതിൽ വന്നിട്ടുണ്ട്. എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾ കുറച്ച് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലോ അങ്ങ് പോവും. പിന്നെ അത് നമ്മൾ രണ്ടാമത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് വന്നിട്ട് വേണം വീണ്ടും നമ്മൾ അതിലേക്ക് എത്താനായിട്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ കുറേ നാളായിട്ട് പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കാരണം ഇത്തരത്തിലുള്ള പെയിൻറ്റിങ്ങൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് വരുമ്പോഴാണ് കേട്ടോ കറക്റ്റായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ വരുള്ളൂ, ഫിനിഷായിട്ട് കിട്ടുള്ളൂ എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും വേണ്ടില്ല, എങ്ങനെയൊക്കെയോ ഇത് ഫിനിഷാക്കിയിട്ടുണ്ട്.